എന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് വല്ലപ്പോഴൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് തോന്നുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ തലയോട് കൂടി തന്നെ 3 അയല നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ലതുപോലെ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. വറുത്തെടുക്കാനും പൊള്ളിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ വറുപ്പും പൊള്ളിപ്പും എല്ലാം ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല കുരുമുളക് ഉണങ്ങിയതാണ്, അതിനെ ഒന്ന് പൊടിച്ചെടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. കുരു കളഞ്ഞിട്ട് അതിൻ്റെ നാരങ്ങയുടെ നീരൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് കഴുകി തോലോട് കൂടി തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ച് ചേർക്കുന്നതിനാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നാടൻ കറിവേപ്പില ഇട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മളതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ട് വേണം ഇതിനൊന്ന് വറുത്തെടുക്കാനായിട്ട്. വറുക്കാനും പൊള്ളിക്കാനും വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഈ ഒരു ചട്ടി എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൺചട്ടി മൺകലം വയ്ക്കുന്നവരടുത്ത് കയ്യിലുണ്ട് കേട്ടോ. നമ്മൾ ചെന്നിട്ട് കൈപ്പിടിയുള്ളൊരു ചട്ടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവരെടുത്ത് തരും. 200 220 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് കിട്ടും. അപ്പോൾ എന്തായാലും കറിവേപ്പില എൻ്റെ തണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര നമുക്ക് മീൻ വേണമെങ്കിലും ഇതിനകത്ത് വറുത്തെടുക്കാനായിട്ട് പറ്റും. ഒട്ടും പൊടിഞ്ഞു പോവേ അങ്ങനെ ഒന്നുമില്ല. അപ്പം നമ്മൾ വാഴയില വെട്ടി അതിനകത്ത് വെച്ച് 2 സൈഡൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ അതേ ചട്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഇനിയിപ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എന്തായാലും വാഴയില പൊള്ളിച്ച് കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കഴിച്ച് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. വാഴയിലേക്ക് ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് പൊള്ളി വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ മക്കൾ വന്നിട്ടാണ് ഞാൻ ഇതിനൊന്ന് എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.